ആരാധനകളൊക്കെയും കുറ്റമറ്റ വിധത്തിൽ അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്തുകയും ആ ആരാധനകളെ സമർപ്പിക്കേണ്ട വിധത്തിൽ ഉടമസ്ഥന് സമർപ്പിക്കുകയും ചെയ്യുന്ന മേഖലയാണ് തൗഹീദിൻ്റെ ഒന്നാം തരം. ഈ ഒന്നാം ക്ലാസ്സിൽ വിജയിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് നാം കഴിഞ്ഞയാഴ്ച അന്വേഷിച്ചു തുടങ്ങിയത്. ലാ മഅബൂദ ഇല്ലല്ലാ എന്ന ഒന്നാം ക്ലാസ്സിൽ നിന്നെങ്ങനെയാണ് വിജയിച്ച് റാങ്കോടെ രണ്ടാം ക്ലാസ്സിലെത്തുക? അതിന് നാം പറഞ്ഞു ഇഖ്ലാസാണ് അതിനുള്ള നിബന്ധന എന്ന് വെച്ചാൽ സമ്പൂർണമായും നിഷ്കളങ്കമായ ഒരു മനസ്സ്, ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന, മനസ്സിൻ്റെ പ്രചോദനം കൊണ്ടുണ്ടാകുന്ന ആരാധനകൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അഥവാ ഒരാൾ തൻ്റെ സകല നന്മകളും ഇബാദത്തുകളും, ഒരാൾ തൻ്റെ സകലമാന സൽക്കർമ്മങ്ങളും എന്നല്ല, ആ ആളുടെ ജീവിതം തന്നെയും ഉടമസ്ഥനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തി ആ റബ്ബിന് സമർപ്പിക്കലാണ് ഇഖ്ലാസ്. റബ്ബിന്റെ പൊരുത്തം അത് മാത്രം ലാക്കാക്കുക, അത് മാത്രം ലക്ഷ്യമാക്കുക. ഭൗതികമായ ചിന്തകളോ ഈ ദുനിയാവിലെ ചില്ലറ കാര്യലാഭങ്ങളോ ഒന്നും തന്നെ തൻ്റെ നന്മകളിൽ കൂട്ടിക്കലർത്താതിരിക്കുക. 100% അള്ളാഹുവിന്റെ പൊരുത്തം അത് ലക്ഷ്യമാക്കുക. ഇതാണ് ഇഖ്ലാസ്. നിഷ്കളങ്കം, നിഷ്കാമകർമ്മം എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ആത്മീയ യാത്രയുടെ തുടക്കം. ഇസ്ലാമിലൂടെ നാം വളരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ഈമാനിലൂടെ നമുക്ക് പുരോഗമിക്കാൻ സാധിക്കണമെങ്കിൽ, ഇഹ്സാൻ എന്ന് പറയുന്ന ഉന്നതമായ ഒരു തലമുണ്ട്. ആ തലത്തിൽ എത്തിപ്പെടാൻ സാധിക്കണമെങ്കിൽ ഇത് നിർബന്ധമാണ്, ഇഖ്ലാസ്. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലുകളെ ആദരിച്ചതിന്റെ പിന്നിലുള്ള കാര്യം, നബിമാർക്ക് അല്ലാഹു നുബുവത്ത് കൊടുത്തു, റിസാലത്ത് കൊടുത്തു, മുഅ്ജിസത്ത് കൊടുത്തു, സകലമാന പദവികളും അല്ലാഹു നബിമാരെന്ന് പറയുന്ന ഉത്തമ സമൂഹത്തിന് കൊടുത്തു. ആ നബിമാർക്ക് ശേഷം വന്ന വലിമാർക്ക് അല്ലാഹു വിലായത്ത് കൊടുത്തു, മഅരിഫത്ത് കൊടുത്തു, കറാമത്ത് കൊടുത്തു. ഇങ്ങനെ അല്ലാഹു അംബിയാക്കളെയും ഔലിയാക്കളെയും സെലക്ട് ചെയ്യാനും അവരെ ആദരിക്കാനും അവർക്ക് മനുഷ്യരിൽ ഉത്തമമായ സ്ഥാനം കൊടുക്കാനും ഉണ്ടായ കാരണം എന്താണ് അതിന്റെ കാരണം? നബിമാരും ഔലിയാക്കളൊക്കെ നമ്മളെ പോലത്തെ ആൾക്കാരാ എന്ന് വെച്ചാൽ മനുഷ്യരാണ്. സാധാരണ മനുഷ്യൻ ഞാൻ പറഞ്ഞിട്ടില്ല, മനുഷ്യരാണ്. മനുഷ്യകുലത്തിൽ ജനിച്ചു വളർന്ന ആളുകളാണ് അംബിയാ മുർസലുകളൊക്കെ. എന്തേ അള്ളാഹു അവർക്ക് അത്യുന്നതമായ സ്ഥാനം കൊടുത്തു? മനുഷ്യരിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ആരാണ്? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അംബിയാ മുർസലുകളാണ്. എന്തേ അള്ളാഹു അവർക്ക് ആ സ്ഥാനം കൊടുത്തത്? പണാധിപത്യമായിരുന്നോ? നബിമാർ നല്ല പണച്ചാക്കുകളായതുകൊണ്ട് അള്ളാഹു അവരെ തെരഞ്ഞെടുക്കുകയായിരുന്നോ? ഏത് ലോകത്തും, ഏത് യുഗത്തിലും, ഏത് സമൂഹത്തിലും, ഏത് സംസ്കാരത്തിലും പണാധിപത്യം എന്നും മികച്ചു നിന്നിട്ടുണ്ട്. അത് ഇന്നും അങ്ങനെയാണ്. ഇന്നലകളിൽ അങ്ങനെയായിരുന്നു, നാളെയും അങ്ങനെയായിരിക്കും. ഒരു കുടുംബത്തിൽ പോലും പണാധിപത്യമല്ലേ നടക്കുന്നത്? ഒരു പിതാവിന് 4 ആൺമക്കളാണെങ്കിൽ ഒരുവൻ മാത്രമാണ് പണക്കാരനെങ്കിൽ മറ്റുള്ളവർ ദരിദ്രരും സാമ്പത്തിക രംഗത്ത് പ്രയാസപ്പെടുന്നവരുമാണെങ്കിൽ കുടുംബത്തിന് വേണ്ടപ്പെട്ടവനാരായിരിക്കും? പണമുള്ളവനായിരിക്കും. അവന്റെ വാക്കിനെ വിലയുണ്ടായിരിക്കുകയുള്ളൂ, അവന്റെ തീരുമാനങ്ങളെ പരിഗണിക്കപ്പെടുകയുള്ളൂ. കുടുംബത്തിൽ മാത്രമല്ല, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ
ഒക്കെ അങ്ങനെയായി മാറിയില്ലേ? തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും പേരിൽ സ്ഥാപിക്കപ്പെട്ട പാർട്ടികളും രാഷ്ട്രീയ ചിന്താധാരകൾ പോലും പണാധിപത്യത്തിന്റെ കീഴിൽ അമർന്നു പോയില്ലേ? ഞാൻ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തല്ല, പള്ളികളിൽ പോലും അതല്ലേ അവസ്ഥ അല്ലേ? ഒരു നാട്ടിൽ നല്ലൊരു പണക്കാരനുണ്ടെങ്കിൽ ആ മഹല്ല് ജമാഅത്തിൽ ആ പണച്ചാക്കിന്റെ തീരുമാനമല്ലേ നടപ്പിലാകുന്നത് പലപ്പോഴും. ഞാൻ പൊതുവെ പറയാണ്, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ ഭക്തിക്ക് സ്ഥാനമില്ല, അറിവിന് സ്ഥാനമില്ല, അല്ലേ? ബോധത്തിന് സ്ഥാനമില്ല, വിദ്യാഭ്യാസത്തിന് പോലും സ്ഥാനമില്ല. പണാധിപത്യം എങ്ങും കൊടികുത്തി വാഴുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അംബിയാ മുർസലുകളെ തെരഞ്ഞെടുത്തപ്പോ പണം നോക്കിയിട്ടായിരുന്നോ നബിമാരെ തെരഞ്ഞെടുത്തത്? ഒരിക്കലുമല്ല. അംബിയാ മുർസലുകളിൽ മഹാഭൂരിപക്ഷവും പരമദരിദ്രരായിരുന്നു, ഫഖീറന്മാരായിരുന്നു, മിസ്കീനുകളായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. അവരിൽ പലരും ആടുമേക്കുന്ന ഇടയന്മാരായിരുന്നു അള്ളാഹുവിന്റെ നബിമാര്. അവരിൽ പലരും കച്ചവടക്കാരായിരുന്നു, അവരിൽ പലരും ആശാരിപ്പണിക്കാരായിരുന്നു. ഇതൊക്കെ ഖുർആനും ഹദീസും പഠിപ്പിച്ചു തന്നതാണ്. ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് അള്ളാഹു നുബുവത്തിനും റിസാലത്തിനും സമൂഹത്തിന്റെ ലീഡർഷിപ്പിനും പടച്ച തമ്പുരാൻ സെലക്ട് ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തെ അവസ്ഥ എന്തായിരുന്നു? ദരിദ്രരായിരുന്നില്ലേ? ദാരിദ്ര്യത്തിന്റെ അനാഥത്വത്തിന്റെ പ്രതിസന്ധികളിലായിരുന്നില്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തെരഞ്ഞെടുക്കുമ്പോ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇത് സൗണ്ട് കംപ്ലൈന്റ് ആണ്, അടുത്ത ആഴ്ച ശരിയാവുമെന്ന് കരുതാ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. സൂറത്തുൽ ളുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് തെരഞ്ഞെടുക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ്. പണം നോക്കിയിട്ടോ പവർ നോക്കിയിട്ടോ അല്ല അല്ലാഹു തെരഞ്ഞെടുത്തത് പുണ്യ ഹബീബിനെ. വല്ലുഹ, പൂർവാഹ്നമാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ശാന്തമായ രാത്രി തന്നെയാണ് സത്യം. വല്ലുഹ, വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന പകൽ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുട്ട് മൂടിക്കെട്ടിയ ശാന്തമായ രാവു തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ അങ്ങയുടെ നാഥൻ അങ്ങയെ കൈവിട്ടിട്ടില്ല, അവഗണിച്ച് കളഞ്ഞിട്ടില്ല നബിയെ. വമാ ഖലാ, അങ്ങയോട് വെറുപ്പ് വെച്ചിട്ടില്ല, അങ്ങയോട് കോപിച്ചിട്ടില്ല നബിയെ. എന്താ സംഭവം? നുബുവത്തിന്റെ ആദ്യ കാലത്ത് കുറച്ച് നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരാൻ പിന്തി വൈകി. ഖുർആനിലെ ആയത്ത് യാ അയ്യുഹൽ മുസമ്മിൽ അടക്കമുള്ള ഇഖ്റ ബിസ്മിക്ക് ശേഷം കുറച്ച് ആയത്തുകൾ ഇറങ്ങിയിട്ട് ഒരു ഇടവേള, അല്പം ദീർഘമായ ഒരു ഇടവേള. അങ്ങനെ വഹി കാണുന്നില്ല, ദൈവദൂതനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല, ഖുർആനിൽ നിന്ന് പുതിയൊരു ആയത്ത് കാണുന്നില്ല. ഇങ്ങനെയായപ്പോ മുശ്രിക്കുകൾ ഇടപെട്ട് പറയാൻ തുടങ്ങി, ഇതേ മുഹമ്മദിന്റെ ദൈവം മുഹമ്മദിനെ കൈവിട്ടിരിക്കുന്നു കേട്ടോ. ഇപ്പൊ ഖുർആനും ഇല്ല, വെളിപാടുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയില് ചങ്ങാതിയോട് ദൈവം കോപിച്ചിരിക്കുകയാണ്, കൈവിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞവർ വിമർശിച്ചു. ആ പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇതിറക്കിയത്. ഇല്ല നബിയെ, വല്ലുഹ വല്ലൈലി ഇദാ സജാ. എന്താ പറഞ്ഞതിനർത്ഥം? വെളിച്ചം നിറഞ്ഞ പകലും ഇരുട്ട് മൂടിക്കെട്ടിയ ശാന്തമായ രാവും. എന്താ ഇതിനെ കൊണ്ട് സത്യം ചെയ്യാൻ കാരണം?
രാവും പകലും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ ജീവിതം എന്ന് പറയുന്ന പ്രതിഭാസം സുഖദുഃഖ സമ്മിശ്രമാണ്. രാത്രിന്റെ ഇരുള് പോലത്തെ അസ്വാസ്ഥ്യങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ് നബിയെ. ഈ ജീവിതത്തിൽ കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അതാണ് രാവും പകലിനെയും പിടിച്ച് സത്യം ചെയ്തത്. മാ വദ്ദഅക റബ്ബുക, അങ്ങയുടെ നാഥൻ അങ്ങയെ കൈവിട്ടിട്ടില്ല. വമാ ഖല, അങ്ങയോട് കോപിച്ചിട്ടുമില്ല നബിയെ. വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ദുനിയാവിനേക്കാൾ അങ്ങേക്ക് ഉത്തമം പരലോകമാണ് നബിയെ. എന്നുവെച്ചാല് ഇവിടെ സുഖവും ദുഃഖമൊക്കെ ഉണ്ടാവും. ആ ദുഃഖവും സുഖമായിട്ട് അനുഭവിച്ചിട്ട് സമ്പൂർണ്ണ സൗഖ്യത്തിന്റെ പാരത്രിക ലോകം, അതാണ് നബിയെ തങ്ങൾക്ക് ഹൈറായിട്ടുള്ളത്. ഇത് സാരല്ല, അങ്ങ് വിഷമിക്കണ്ട. വല സൗഫ റബ്ബുക യുഅതീക റബ്ബുക ഫതർലാ, അങ്ങയുടെ നാഥൻ അങ്ങേക്ക് ശേഷം തരാനുള്ളതൊക്കെ തരും. ഫതർലാ, അപ്പോൾ അങ്ങ് സംതൃപ്തരാകും നബിയെ. ഇപ്പോഴത്തെ നോക്കണ്ട, അങ്ങേക്ക് വാരിക്കോരി എന്താണോ വേണ്ടത് അതൊക്കെ അങ്ങയുടെ റബ്ബ് തരും. ഫതർലാ, അപ്പോൾ അങ്ങ് തൃപ്തിപ്പെടും. ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഓ കിട്ടുമല്ലോ, എനിക്കുള്ളത് ഇങ്ങോട്ട് കിട്ടുമല്ലോ, അൽഹംദുലില്ലാ എന്നല്ല പറഞ്ഞത്. ഫഖാല യാ റബ്ബി, എന്റെ തമ്പുരാനെ, എന്റെ നാഥനെ, ലാ അർലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. ഒരു പക്ഷേ തമ്പുരാനെ, ഹൗദുൽ കൗസറിന്റെ ഉത്തരവാദിത്വം നീ എന്നെ ഏൽപ്പിച്ചേക്കാം. സ്വർഗം ഓപ്പൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടകനാക്കി നീ എന്നെ നിയോഗിച്ചേക്കാം. മാനവകുലത്തിന്റെ നേതാവായി നീ എന്നെ നിയമിച്ചേക്കാം റബ്ബേ. സ്വർഗത്തിലെ അത്യുന്നത സ്ഥാനം, വസീലത്തും ഫളീലത്തുമൊക്കെ എനിക്ക് നൽകിയേക്കാം പടച്ചവനെ. പക്ഷേ വലാ അർലാ, അതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനാവില്ല തമ്പുരാനെ. ഏതുവരെ? വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ പാവപ്പെട്ട ഉമ്മത്തിലെ ഏതെങ്കിലും ഒരാള് നരകത്തിൽ പോകുന്ന അവസ്ഥയില്, നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥയില് ഒരാള് എന്റെ ഉമ്മത്തിൽ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ സംതൃപ്തനാവുകയില്ല റബ്ബേ. ഞാൻ അതുകൊണ്ടൊന്നും എനിക്ക് വാരിക്കോരി തന്നാലൊന്നും ഞാൻ പൊരുത്തപ്പെടൂല. എന്റെ ഉമ്മത്തിലൊരു കുട്ടി നരകത്തിൽ പോകാതെ രക്ഷപ്പെടുമ്പോഴാണ് ഞാൻ സംതൃപ്തനാകുക. അള്ളാഹു ഓഫർ കൊടുത്തു, യാ മുഹമ്മദ്, അസ്വലി ഈമാനുള്ളവർ, ലാ ഇലാഹ ഇല്ലല്ലയിൽ കലർപ്പില്ലാത്തവർ, അങ്ങയുടെ ഉമ്മത്തിലെ എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും അവരെ നരകം തൊടൂല. അപ്പോഴാണ് സന്തുഷ്ടരായത് അള്ളാഹുവിന്റെ റസൂലിന്. തുടർന്ന് 3 നിഅമത്തുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. ഞാൻ പറഞ്ഞത് അള്ളാന്റെ റസൂലിനെ പോലും അള്ളാഹ് തെരഞ്ഞെടുത്തത്, സെലക്ട് ചെയ്ത് പണം നോക്കിയിട്ടല്ല, ദരിദ്രരും യതീമുമായിരുന്നു. അലം യജിദ്ക യതീമൻ ഫആവാ, അങ്ങൊരു അനാഥനായപ്പോൾ അങ്ങേക്ക് അഭയം തന്നില്ലയോ നബിയെ? ഉമ്മായുടെ ഗർഭത്തിലായിരുന്ന സമയത്ത് എന്നെ വാപ്പ മരിച്ചില്ലേ? 6 വയസ്സുള്ള ബാലനായ സമയത്ത് ഉമ്മായും മരിച്ചില്ലേ? എന്തേ അള്ളാന്റെ ഹബീബിന്റെ മാതാപിതാക്കളെ ഹബീബിന്റെ കുഞ്ഞുകാലത്ത് അല്ലെങ്കിൽ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പടച്ച തമ്പുരാൻ പിടിച്ചുകൊണ്ടുപോയത്? അഹ്കമുൽ ഹാക്കിമീനായ റബ്ബിന് അവിടെ ഉണ്ടാവുമല്ലോ ചില യുക്തി, ഉണ്ടാകണമല്ലോ. പടച്ച റബ്ബിന് നേരെ പോറ്റാൻ തന്നെ മാതാപിതാക്കളൊന്നും വേണ്ട, എന്റെ ഹബീബിനെ എനിക്ക് പോറ്റണമെന്ന് റബ്ബ് തീരുമാനിച്ചു. അങ്ങനെ പിതാമഹൻ അബ്ദുൽ മുത്തലിബിലൂടെയും അബ്ദുൽ മുത്തലിബിന്റെ വിയോഗാനന്തരം പിതൃവ്യനായ അബൂ ത്വാലിബിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പോറ്റി. സത്യം അതാണ്. ആരിഫീങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തിനാ അള്ളാന്റെ ഹബീബിനെ ഇങ്ങനെ അനാഥനാക്കിയത് അല്ലേ? ഈസാ നബിയുടെ ജനനവും ജീവിതവും മുഴുവൻ ദൃഷ്ടാന്താണ്. ഇങ്ങനെയൊക്കെയാണുള്ളത്. എന്താകട്ടെ, അങ്ങനെ അനാഥരായി ജനിച്ചു വളർന്ന താങ്കൾക്ക് അഭയം നൽകിയില്ലേ നബിയെ?
വഴിതെറ്റിയ അങ്ങേക്ക് വഴി കാണിച്ചു തന്നില്ലേ? നബുവത്തിന്റെ മുമ്പങ്ങ് അൽ അമീനാണ്, സത്യസന്ധനാണ്, നിഷ്കളങ്കരാണ്. കാര്യം ശരി, അങ്ങേക്ക് എന്താണ് വേദമെന്നറിയില്ല, എന്താണ് കിതാബ് എന്നറിയില്ല, എന്താണ് ഈമാൻ എന്നറിയില്ല. അള്ളാഹു പറഞ്ഞെടുക്കാണ്, ഇത് കിട്ടുന്നതിന്റെ മുമ്പ് എന്താണ് കിതാബ് എന്ന്, എന്താണ് വിശ്വാസം എന്ന് അങ്ങേക്ക് അറിയില്ലായിരുന്നു. അങ്ങനത്തെ അങ്ങേക്ക് വിശുദ്ധ ഖുർആൻ തരിക വഴി, നൽകുക വഴി, ഫഹദാ, അങ്ങേക്ക് നേർവഴി കാണിച്ചു തന്നില്ലേ നബിയെ? വവജദക ആയിലൻ ഫഅഗ്നാ, അങ്ങ് പരമദരിദ്രരായ സമയത്ത് ആ ദാരിദ്ര്യത്തിൽ അങ്ങയെ നശിപ്പിക്കാതെ, തളർത്താതെ, ഫഅഗ്നാ, ഐശ്വര്യവാനാക്കിയില്ലേ എന്ന് വെച്ചാൽ പണച്ചാക്കാക്കിയില്ലേ എന്നർത്ഥല്ല. അള്ളാന്റെ റസൂല് വഫാത്താകോളം പണച്ചാക്കായിട്ടില്ല. ദാരിദ്ര്യത്തിന്റെ ക്ലേശം അനുഭവിക്കാത്ത വിധത്തിൽ തന്റെ കാര്യങ്ങൾക്ക് തടസ്സം വരാത്ത വിധേനയുള്ള ഒരു ജീവിതം, അതും അവസാന ശ്വാസം വലിക്കുമ്പോൾ അന്നത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി തന്റെ യുദ്ധ അങ്കി, പടയങ്കി ഒരു ജൂതനിൽ പണയം വെച്ച അവസ്ഥയിലാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന ശ്വാസം വലിച്ചത്. പിതാവിന്റെ അനന്തര സ്വത്തായിട്ട് കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. ആയിലെന്ന് പറഞ്ഞാൽ ഫഖീറൻ ദാ ഇയാൽ എന്നാണ് അർത്ഥം. ആശ്രിതരുണ്ട്, 10 പൈസ കയ്യിലില്ല, ഇതാണ് ആയില്. ഫഖീർ എന്ന പ്രയോഗത്തെക്കാൾ വലിയ പ്രയോഗമാണത്, തീവ്രമായ ഒരു വാക്കാണത്, അല്ലേ? അങ്ങ് ആയിലായിരുന്നല്ലോ നബിയേ, ദാരിദ്ര്യവും സാമ്പത്തിക പ്രയാസവും അങ്ങേക്കുണ്ടായിരുന്നല്ലോ നബിയേ. ഫഅഗ്നാ, ആ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ അങ്ങയെ തളച്ചിടാതെ അള്ളാഹു അങ്ങയെ സംരക്ഷിച്ചില്ലേ നബിയേ? ഞാൻ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പോലും ദരിദ്രരായിരുന്നു. ഇനി ജനപിന്തുണയാണോ അള്ളാഹ് അങ്ങനെ തെരഞ്ഞെടുക്കാൻ കാരണം? ജനാധിപത്യം, ജനപിന്തുണ എന്നതാണല്ലോ. ജനങ്ങളുടെ സപ്പോർട്ട് ഒരിക്കലും അല്ല. ചില നബിമാരൊക്കെ ഒറ്റക്കായി ഇറങ്ങിയത്, ചില നബിമാർക്ക് 1, 2, 3, 4 ആളുകൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ജനപിന്തുണയുമല്ല, പിന്നെ എന്ത്? ഇവിടെ നോക്ക്, പിന്നെ എന്ത്? നബിമാരെ അള്ളാഹു ഉയർത്തി വെക്കാനും മഹത്വം നൽകി ആദരിക്കാനും അവരെ നുബുവത്തും റിസാലത്തും കൊടുത്തൊരു സ്ഥാനത്തിരുത്താനും എന്തേ കാരണം? പണമല്ല, ജനപിന്തുണയല്ല, മെയ്ക്കരുത്തല്ല, തറവാടിത്വമല്ല, പിന്നെന്ത്? ഇഖ്ലാസാണ്, നിഷ്കളങ്കതയാണ്. അതുകൊണ്ടാണ് നബി നബിയായത്, റസൂലായത്, വലിയ ഔലിയയായത്, അവർക്ക് മുഅ്ജിസത്തും കറാമത്തും കിട്ടിയത് ഇഖ്ലാസ് കാരണം. ഇത് ഖുർആൻ പറയാൻ. ഏറ്റവും അധികം വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്ത, പേരെടുത്ത് പറഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി തൊട്ട് നമുക്ക് പറയാൻ പറ്റും. സാമ്പിളിന് വേണ്ടി ചില ആയത്തുകൾ നോക്കാന്ന് മാത്രം, എല്ലാം പറയാൻ സമയമില്ല. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസാ വകാന റസൂലൻ നബിയാ. വദ്കുർ ഫിൽ കിതാബി മൂസാ, നബിയേ കിതാബിന്റെ ഭാഗമായി, ഖുർആൻ പാഠ്യ പദ്ധതിയുടെ ഭാഗമായി മൂസാ നബിയുടെ ചരിത്രം അങ്ങ് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക നബിയേ. വദ്കുർ ഫിൽ കിതാബി മൂസാ, മൂസാ നബിയുടെ ചരിതം അങ്ങയുടെ ഉമ്മത്തിന് ഖുർആനിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക നബിയേ. എന്താണ് മൂസാ നബിയുടെ പ്രത്യേകത? ഇന്നഹു കാന മുഖ്ലസാ. അല്ലാഹു ആദ്യം പറഞ്ഞത് വടിയിട്ട് പാമ്പാക്കിയതല്ല, ഫിറൗൻ എന്ന് പറഞ്ഞ ഫാസിസ്റ്റ് ഭരണാധികാരിയെ തകർത്തതും തോൽപ്പിച്ചതുമല്ല. മൂസാ നബിയുടെ അടിസ്ഥാന യോഗ്യത, മഹത്വത്തിന്റെ മാനദണ്ഡം ഇന്നഹു കാന മുഖ്ലസാ. ആ മഹാനായ മനുഷ്യൻ പ്രവാചകൻ ഇഖ്ലാസ് ലഭിച്ചവരായിരുന്നു, നിഷ്കളങ്കരായിരുന്നു, മനസ്സ് സമ്പൂർണമായും ശുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ വകാന റസൂലൻ നബിയാ. സൂറത്ത് മറിയം അതുകൊണ്ട് തന്നെ ദൂതനും പ്രവാചകനുമായി
മൂസാ നബി അലൈഹിസ്സലാം. എന്താ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ, ഏതുകൊണ്ട് തന്നെ? മുഖലസായിരുന്നു, ഇഖ്ലാസ് കിട്ടിയ ആളായിരുന്നു. ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് റസൂലുമായി നബിയുമായി. അപ്പൊ മുഅ്ജിസത്തും കിട്ടി, അത്ഭുതങ്ങളും കിട്ടി, അള്ളാഹു ആദരിക്കുകയും ചെയ്തു. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഭരണാധികാരത്തിന്റെ ചെങ്കോലേന്തിയല്ലോ, മിസ്റിന്റെ സിംഹാസനത്തിലെത്തിപ്പെട്ടല്ലോ. അതിന്റെ മുമ്പ് തന്റെ യജമാനത്തിയായ രാജ്യത്തിന്റെ പ്രഥമ വനിതയായ രാജ്ഞിയായ സുലൈഖയുടെ കെണികളിൽ ചതികളിൽ പെട്ടുപോകാതെ അത്യുന്നതമായ സ്ഥാനത്ത് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം എത്താനുണ്ടായ കാരണമെന്തേ? ആ പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ചതിയിൽ പെട്ടില്ല. എന്നിട്ട് അള്ളാഹു ആദരിച്ച് ദുന്യാവ് തന്നെ നല്ല സ്ഥാനം കൊടുത്തു. എന്തേ കാരണം? പൈസ ആയിരുന്നോ? ഗ്ലാമർ ആയിരുന്നോ? കുലമഹിമയായിരുന്നോ? അല്ല. പിന്നെന്തേ? അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. സൂറത്ത് യൂസുഫ് 24. വലഖദ് ഹമ്മത്ത് ബിഹി, ആ പെണ്ണുണ്ടല്ലോ സുലൈഖ യൂസുഫ് നബിയിൽ കൊതിച്ചു. വലഖദ് ഹമ്മത്ത് ബിഹി, തീർച്ചയായിട്ടും ആ പെണ്ണ് യൂസുഫ് നബിയെ പ്രണയിച്ചു, കൊതിച്ചു, വിചാരിച്ചു, താല്പര്യപ്പെട്ടു. വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി, അദ്ദേഹം അവളിലും കൊതിക്കുമായിരുന്നേനെ. അല്ലാഹു പറയാണ്, പ്രവാചകനായ യൂസുഫ് അലൈഹിസ്സലാം സുലൈഖയിലും കൊതിക്കുമായിരുന്നേനെ. ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി, റബ്ബിന്റെ പ്രമാണം കണ്ടില്ലായിരുന്നുവെങ്കിൽ, റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ ആ മഹാനായ പ്രവാചകനും അപ്പെണ്ണിലങ്ങ് കൊതിച്ചു പോയേനെ. എന്തായിരുന്നു പ്രമാണം കണ്ടത്? തഫ്സീറിൽ പല അഭിപ്രായമുണ്ട്. അവരിങ്ങനെ അണിഞ്ഞൊരുങ്ങി വീഴ്ത്താൻ വേണ്ടി വന്നപ്പോ റആ സൂറത്ത അബീഹി യാക്കൂബ് അലൈഹിസ്സലാം, ആ റൂമില് ഉപ്പാന്റെ രൂപം അള്ളാഹു കണ്ട് വെളിവാക്കി കൊടുത്തു. സ്വന്തം ബാപ്പാന്റെ മോന്ത ആ നേരത്ത് കണ്ട എന്തായിരിക്കും അവസ്ഥ? ഹലാലായോടെ തന്നെ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? വേറെ മുഫസ്സിറുകൾ പറഞ്ഞു, ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല വലാ തഖറബു സിന. വിശുദ്ധ വേദത്തിൽ നിന്നുള്ളൊരു വാക്യം അള്ളാഹു ആ അന്തരീക്ഷത്തിൽ, ആ പ്ലേസിൽ അങ്ങോട്ട് വെളിവാക്കി കൊടുത്തു. എന്ത് നീചമാണ് ഈ കൃത്യം, ഇത് വളരെ മോശമാണ്. അങ്ങനെ പല അഭിപ്രായമുണ്ട്. എന്താവട്ടെ, അള്ളാഹു ഒരു വ്യക്തമായ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു എന്ന് ഖുർആനിൽ. എന്നിട്ട് പറയാണ്, കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ, ഇவ்விധത്തിലുള്ള നീചമായ വൃത്തികെട്ട എല്ലാവിധ ഏർപ്പാടുകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും യൂസുഫ് നബിയെ നാം വഴിതിരിച്ചു വിട്ടു. ഞാൻ സംരക്ഷിച്ചു, ഞാൻ കാത്തു രക്ഷിച്ചു, എന്നിട്ട് ഉന്നത സ്ഥാനം നൽകി ആദരിച്ചു. എന്തേ കാരണം? ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, എന്റെ നിഷ്കളങ്കരായ അടിമകളിൽ ആ മനുഷ്യൻ മെമ്പറായിരുന്നു. ഇഖ്ലാസുള്ള പാർട്ടിക്കാരിൽ മെമ്പർഷിപ്പ് എടുത്ത ആളായിരുന്നു. ഇഖ്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കളങ്കം മനസ്സിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിധത്തിൽ രക്ഷപ്പെടുത്തിയത്. നീ നമ്മളിലും മാറ്റം കാണും. നമ്മൾ ഇച്ചിരി നാളുകൾ, കുറച്ച് ദിവസങ്ങൾ അള്ളാന്റെ വജ്ഹ് മാത്രം ലക്ഷ്യമാക്കിയിട്ടൊന്ന് ഇബാദത്ത് ചെയ്തു നോക്ക്, മാറ്റം കാണും. മാറ്റല്ല, അള്ളാഹുവിന്റെ ഇടപെടൽ കാണുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മാമിൻ അബ്ദിൻ യഅബുദുല്ലാഹ മുഖ്ലിസൻ 40 യൗമൻ ഇല്ലാ ലഹറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്.
ഏതൊരു അടിമയാകട്ടെ, ഏത് നാട്ടുകാരനാകട്ടെ, ഏത് കുടുംബക്കാരനാകട്ടെ, ഏത് വൻകരയിലുള്ള ആളാകട്ടെ, മാമിൻ അബ്ദിൻ, അള്ളാന്റെ അടിമയായ മതി, ഇഖ്ലിസുൽ അമല ലില്ലാഹി 40 യൗമ, ഒരു 40 ദിവസം സമ്പൂർണമായ ഇഖ്ലാസോടെ പിടിച്ചു നിന്നാൽ 40 ദിവസം മതി. 40 കൊല്ലം മാസം ആഴ്ചയൊന്നും വേണ്ട. 40 ദിവസം ഇഖ്ലാസ് കൈവിട്ട് പോകാതെ പിടിച്ചു നിന്നാൽ ഇല്ലാ ലഹറത്ത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി, തത്വജ്ഞാനത്തിന്റെ, ദൈവികമായ മഅരിഫത്തിന്റെ, നബുവത്തിന്റെ അറിവുകളുടെ ബാക്കി പത്രം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ ഉറവ പൊട്ടി പുറത്തു വരുമെന്ന് ഖാല റസൂലുള്ളാഹി. പടച്ച തമ്പുരാൻ പഠിപ്പിക്കുന്ന അറിവ്, അള്ളാഹു ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന അറിവുകൾ ആ മനുഷ്യന്റെ നാവിലൂടെ വെളിയിൽ വരാൻ തുടങ്ങും. പടച്ചവന്റെ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങും. പടച്ചോന്റെ വാക്കാണ് നബി സംസാരിച്ചത്, പടച്ചോന്റെ വാക്കാണല്ലോ ഔലിയാക്കൾ സംസാരിച്ചത്, പടച്ചവന്റെ വാക്കാണല്ലോ ആലിമികൾ സംസാരിക്കുന്നത്. ഇவ்விധത്തില് അവൻ ആലിമാകണമെന്നൊന്നുമില്ല, ഈ ഡിമാൻഡ് ഒത്താൽ. ഇതുകൊണ്ടാണ് ചില ആളുകളൊക്കെ 40 ദിവസത്തിന് ഇഹ്റാം കെട്ടി പോകുന്നത്. കുടുംബം ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയാലോ എന്ന് വിചാരിച്ച് ആ പോക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ഇഖ്ലാസ് നഷ്ടപ്പെട്ടാലോ പോയി, പിന്നെ തോറ്റു, അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അമല് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ലാ തഹ്തമ്മൂ ലിഖില്ലത്തിൽ അമൽ, നിങ്ങൾ ആരാധന കുറഞ്ഞു പോയതിൽ നിങ്ങൾ ദുഃഖിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഫർലായത് നിങ്ങൾ പാലിച്ച് പുറമെ ഒത്തിരി ചെയ്തു കൂട്ടാൻ കഴിയുന്നില്ലല്ലോ എന്ന ബേജാർ നിങ്ങൾക്ക് വേണ്ട. ആരാ പറയുന്നത്? മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തഹ്തമ്മൂ ലിഖില്ലത്തിൽ അമൽ, നിങ്ങളുടെ കർമ്മങ്ങൾ കുറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട, പ്രയാസപ്പെടണ്ട. വഹ്തമ്മൂ ലിൽ ഖബൂൽ, ഖബൂലിയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ദുഃഖിക്കണം. പടച്ചോനെ, ഞാൻ ഇന്ന് ജുമാ നിസ്കരിക്കാൻ പോവാണ്, ഇത് സ്വീകരിക്കൂലേ അല്ലാഹ്? ഇതിലെ കുറവ് കാരണം അത് തട്ടപ്പെടും അല്ലാഹ്. ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ചവനാണ് അല്ലാഹ്, അതിന്റെ ഖബൂലിയത്ത്, സ്വീകാര്യത എന്തായിരിക്കും അല്ലാഹ്? ഇവിടെ പ്രശ്നം. അതുകൊണ്ട് ഖബൂലിയത്തിലാ നിങ്ങൾ ടെൻഷൻ ആവേണ്ടത്, അമലിന്റെ ആധിക്യത്തിലോ പെരുപ്പത്തിലോ അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയാർ തങ്ങൾ പറയാണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അഖ്ലിസുൽ അമൽ യജ്സിക മിൻഹുൽ ഖലീൽ. മോനെ, നീ ഉള്ള അമലിലെ ഇഖ്ലാസ് നിഷ്കളങ്കാക്ക, അള്ളാന്റെ വജ്ഹ് അത് മാത്രം ലാക്കാക്ക, പുറത്തൊരു താല്പര്യം ഇല്ലാതിരിക്കുക. എന്നാൽ യജ്സിക മിൻഹുൽ ഖലീൽ, ഇച്ചിരി മതി മോനെ രക്ഷപ്പെടാൻ, കുറെ ഒന്നും വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് ഇബ്നു ജബൽ എന്ന് പേരുള്ള പ്രസിദ്ധ സ്വഹാബി വര്യനോട് പറഞ്ഞ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്ത് നിങ്ങൾ കുറെ ചെയ്തു കൂട്ടാൻ പറ്റാത്ത ഇത് ദുഃഖിക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെയുള്ളത്. 2 റക്അത്ത് എത്ര? 2 റക്അത്ത് തഹജ്ജുദ് സ്വകാര്യമായി ആരും അറിയാതെ, തന്റെ കെട്ടിയോളെപ്പോലും വിളിച്ചുണർത്താതെ ഒറ്റക്ക് ബെഡിൽ നിന്ന് എണീറ്റ് പോയി കൂരിരുട്ടിൽ നിന്നുകൊണ്ട് അടിമയും ഉടമയും തമ്മിലുള്ള വ്യവഹാരമായി, ബന്ധമായി 2 റക്അത്ത് സമ്പൂർണമായ ഇഖ്ലാസോടെ നിസ്കരിക്കുക എന്നത് 70 ഹദീസ് പ്രചരിപ്പിക്കുന്നതിലേറെ പുണ്യാണ്. 70 ഹദീസ് എഴുതി, 70 ഹദീസ് പ്രസംഗിച്ചു, എന്നിട്ട് തൊണ്ടയിലെ വെള്ളം വറ്റിച്ചു, നാവിന് തേയ്മാനം വന്നു, ഇങ്ങനെയൊക്കെ കഠിനാധ്വാനം ചെയ്താൽ അതൊക്കെ പരസ്യാണ്. 10 ആളെ കേൾപ്പിക്കണം, അറിയണം. ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ, ഞാനിതൊക്കെ ലേഖനത്തിലൂടെ എഴുതിയല്ലോ, പരസ്യമായി പോവാണ്. അതിനേക്കാൾ പുണ്യം 2 റക്അത്ത് ഇഖ്ലാസോടെ നിസ്കരിക്കുന്നതാ. പക്ഷേ ഇബ്ലീസ് വിടൂല. ആ ഇഖ്ലാസിൽ എവിടെയെങ്കിലും പുഴുക്കുത്തുണ്ടാക്കും. അതെങ്ങനെ പുഴുക്കുത്തുണ്ടാക്കുക? അതെങ്ങനെയാ വെച്ചാല്, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. എന്തേ ഉറങ്ങാഞ്ഞത്? അത് തഹജ്ജുദിന് വേണ്ടി അലാരം വെച്ചിരുന്നു. എത്ര മണിക്ക്? 4 മണിക്കാ വെച്ചിരുന്നത്. പിന്നെ അത് ആയോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണരെന്നെ 2 വട്ടം മുള്ളാൻ എണീറ്റതോ ഇടക്കിടക്ക് ഉണരലോ ഒന്നും അല്ല ഇവിടെ വിഷയം. തഹജ്ജുദിന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാ. അത് പുഴുക്കുത്തുണ്ടാക്കണല്ലോ ഇബ്ലീസിന്. മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അറിഞ്ഞോ അറിയാതെയോ ഒന്നും അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് തള്ളിക്കിട്ടാനുള്ള ഒരു ത്വര. ഒരു കഥയിലുണ്ട്, ഒരു കൂട്ടുകാരൻ തൻ്റെ സ്നേഹിതനെ സമീപിക്കാനും അവിടെ വിരുന്നു പാർക്കാനും വേണ്ടി പോയൊരു കഥ. ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവാൻ. എന്തിന്? കുറെ നാളായി കണ്ടിട്ട് അവൻ്റെ കൂടെ ഇന്ന് വിരുന്നു പാർക്കാം, അവിടെ താമസിക്കാം.
ചെന്ന് കയറിയപ്പോ വീട്ടുകാരനായ കൂട്ടുകാരൻ പറഞ്ഞു, അല്ലാ അൽഹംദുലില്ലാ നിന്നെന്തെങ്കിലും ഒന്ന് കണ്ടല്ലോ, പക്ഷെ വല്ലാത്തൊരു പണിയായി പോയി. എനിക്ക് വേണ്ടപ്പെട്ടൊരു കല്യാണത്തിന് പോകാൻ ഇറങ്ങുകയാണ്. ആ കല്യാണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ കല്യാണത്തിന് നീ മടങ്ങി പോരുതെന്ന്. ഏതായാലും ഇന്ന് ഇവിടെ നിൽക്കാൻ വന്നേക്കണതല്ലേ, അതുകൊണ്ട് എൻ്റെ കൂടെ കല്യാണത്തിന് വാ. അപ്പോൾ വന്ന കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, എൻ്റെ കൂടെ നിന്നെ കണ്ടാൽ അവന് വലിയൊരുനാൾ വന്ന പോലെ ആയിരിക്കും, വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് വാ, ചോറ് തിന്നുന്നതിൻ്റെ മുമ്പ് ഞാനത് ഹലാലാക്കി തരും, ഹലാലായിട്ട് തിന്നാൽ മതി. ക്ഷണിക്കപ്പെടാത്ത കല്യാണത്തിന് പോയി എന്നുള്ള ബേജാറൊന്നും വേണ്ട, പോന്നോന്ന് പറഞ്ഞു. അപ്പോൾ അതിഥിയായ കൂട്ടുകാരൻ പറഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നൊരു സ്റ്റൈലാണ് വന്നത്, ഒരു കല്യാണത്തിന് പോകാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല, എൻ്റെ ഡ്രസ്സൊക്കെ കുറച്ച് മോശമാണ്. ഈ രാത്രി ആര് കാണാനാണ്, നിൻ്റെ കൂടെ അന്തി ഉറങ്ങാൻ വന്നേക്കണതല്ലേ, അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് കല്യാണത്തിന് പോകാനുള്ള സെറ്റപ്പിലല്ല. അതിന് കുഴപ്പമില്ല, ഇങ്ങോട്ട് വാ. സെൽഫാണ് തുറന്നു കൊടുത്തു. എത്ര ജോഡിയാ, ഇഷ്ടമുള്ളത് എടുത്തിട്ടോ. അതിന് പറ്റുന്ന ചേരുന്ന ഒരു ഡ്രസ്സ് ഇട്ട് രണ്ടുപേരും കല്യാണത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ പോവാണ്. വഴിയിൽ നിന്ന് ഒരുത്തം കണ്ടു. നാട്ടുകാരൻ, അസ്സലാമു അലൈക്കും, മുജീബെ ആരാ കൂടെ വെച്ചു. ഇതെൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാ, കളിക്കൂട്ടുകാരനാണ്, ഞങ്ങൾ ചെറുപ്പത്തിലേ ഒരുമിച്ച് വളർന്നവരാണ്, ഞങ്ങൾ തമ്മിലുള്ള ആ മുഹബത്ത് ഇന്നും നിലനിൽക്കുക. കാണാൻ കുറച്ചൊക്കെ വൈകിയാലും അവന് കല്യാണത്തിന് പോരാൻ പിന്നെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു, വസ്ത്രമില്ല. അവസാനം ഞാനൊരു വസ്ത്രം കൊടുത്തു, അപ്പം അതട്ട് ഇട്ടേക്കണത്, അങ്ങനെയപ്പോൾ പോന്നേക്കണത് എന്ന് പറഞ്ഞപ്പോൾ ഇവനത് തീരെ രസിച്ചില്ല. ആകതൻ ഈ വന്ന ആളാണ് പോയി ഇച്ചിരി മുന്നോട്ട്, അച്ഛേ നീ എന്ത് വർത്താനാ ഈ പറഞ്ഞത്, നിന്റെ ഡ്രസ്സ് ഇട്ട് വന്നു എന്ന് പറഞ്ഞത് എനിക്ക് നാണക്കേടല്ലേ, അവിടെ നിന്റെ ഡ്രസ്സാന്നുള്ള കഥ പറയരുത് ദയവായി. ഇനി ഞാനത് പറയില്ല, പറ്റിപ്പോയതാണ്. പിന്നെ പോക്കരിങ്ങനെ വരുന്നത്, അസ്സലാമു അലൈക്കും, എന്താ വിശേഷം, വളരെ സുഖമാണ്. ഇതാരാ, അതിൻ്റെ അടുത്ത കൂട്ടുകാരനല്ലേ, പിന്നെ അവനിട്ട ഡ്രസ്സ് എൻ്റെ ഒന്നും അല്ല കേട്ടോ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് അവനിട്ട ഡ്രസ്സ് ഉണ്ട് എന്ന് പറയാൻ പോയതാണ്, പിന്നെ നേരത്തെ ഓർമ്മ വന്നപ്പോൾ എൻ്റെ അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളും പോയപ്പോൾ ഇയാൾ കുറച്ച് എന്തൊരു കഷ്ടം, ഈ വസ്ത്രത്തിൻ്റെ കേസേ പറയണ്ട, എൻ്റെത് നിൻ്റെത് ഒന്നും പറയണ്ട, അത് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടല്ലേ, ഞാൻ സൂക്ഷിക്കാറുണ്ട്. കല്യാണ വീട്ടിൽ ചെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് വീട്ടുകാരൻ പറഞ്ഞു, വലിയ കിട്ടലായി പോയി, അൽഹംദുലില്ലാ നിൻ്റെ ചങ്ങാതിയെയും കിട്ടിയല്ലോ കല്യാണത്തിന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവൻ്റെ ഡ്രസ്സിൻ്റെ കേസ് പറയുന്നത് അവന് ഇഷ്ടമല്ല കേട്ടോ, അത് അവിടെയും വളമ്പി. ഇതേപോലെ നമ്മളെ അമലിൻ്റെ കഥ തമാശ അറിയണമല്ല അല്ലേ. ഹജ്ജിന് പോയതൊക്കെ ഇങ്ങനെ പറയും, ഞാൻ രണ്ടാമത്തെ ഹജ്ജിന് പോയ അന്നാണെന്ന് തോന്നുന്നുണ്ട്. എന്ത് അവിടെ ഒരു അങ്ങാടി പോയ കഥ, ജിദ്ദേ പോയ കഥ. ജിദ്ദി പോയി എന്ന് പറഞ്ഞാൽ പോലെ രണ്ടാമത്തെ ഹജ്ജ് അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നും നമ്മളെ കുറ്റല്ല കേട്ടോ, നമ്മൾ നല്ല മനുഷ്യന്മാരാ. ഇബ്ലീസ് വന്നിട്ട് പുഴുക്കുത്തുണ്ടാക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഡേഞ്ചറാണ് കൂട്ടരെ. ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ 1-ാം ക്ലാസ്സിൽ 8 അങ്ങോട്ട് പൊട്ടും. 8 അങ്ങോട്ട് പൊട്ടിയ എന്താ സംഭവിക്കുക, അവസാനം മറ്റേ സാധനമായിട്ട് വരും, ആര്, ഇബ്ലീസേ. വന്നിട്ട് ആ ഉള്ള ഈമാൻ എന്തെങ്കിലും തങ്ങി കിടപ്പുണ്ടെങ്കിൽ അതും കൂടിയാണ് തകർക്കും, നേരെ നരകത്തിലേക്ക് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര ഡേഞ്ചറാണത്, തമാശയായിട്ട് നിങ്ങൾ കാണരുത്. നമുക്ക് ഇതങ്ങോട്ട് ക്ലിയറായ ബാക്കിയൊക്കെ ക്ലിയറാകും. ഏത് ക്ലിയറായാലും നമ്മളെ തൗഹീദ് ക്ലിയറായാലും. ഇവിടെ ഇപ്പോ ഒരു അമ്പലത്തിൽ പോകുന്നതോ ഒരു സൃഷ്ടിയെ ആരാധിക്കുന്നതോ ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കുന്നതോ അതൊക്കെ എന്താന്ന് വെച്ചാല് വളരെ സുവ്യക്തമായ ശിർക്കാണ്, വ്യക്തമായ ശിർക്കാണ്. ഇത് നിഗൂഢമായ ശിർക്കാണ്, ക്യാൻസർ മോഡലാണ്. ഒരു ഭാഗത്ത് വല്ല പൊട്ടലോ മുറിവോ ഒക്കെ വന്നാൽ വെളിയിലേക്ക് കാണും ആ ഡാമേജ്. ഈ ക്യാൻസർ പറഞ്ഞ വില്ലൻ വന്നാലോ അവസാനേ കാണുള്ളൂ. ഇതുപോലെ ഡേഞ്ചറാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സങ്കടപ്പെട്ടിരിക്കുന്നത് ശദ്ദാദ് ഇബ്നുൽ ഔസ് റളിയല്ലാഹു അൻഹു കണ്ടു. ആ സ്വഹാബി ചോദിച്ചു, മാ യുബ്കീക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുഖത്ത് സങ്കടം ഉണ്ടല്ലോ, കണ്ണുനീര് വരുന്നുണ്ടല്ലോ, എന്താ സങ്കടത്തിന്റെ കാര്യം, എന്താ പ്രശ്നം? നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്, ഭീതിയുണ്ട്, ബേജാറുണ്ട്. എന്താ ഉമ്മത്തിന്റെ കാര്യത്തിൽ ബേജാറ്? അവരുടെ ശിർക്കിനെ കുറിച്ചുള്ള വേവലാതിയാണ്, അവരിൽ ശിർക്ക് വരുന്നതിനെ കുറിച്ചുള്ള പേടിയാണ്. എന്ത് ശിർക്ക് നബിയെ? അമാ ഇന്നഹും ലാ യഅബുദൂന ശംസൻ വലാ ഖമറൻ വലാ സ്വനമൻ വലാ ഹജറാ. പൊന്നാര ശദ്ദാദേ, എന്റെ ഉമ്മത്തിൽ ഞാൻ പേടിക്കുന്ന ശിർക്ക് എന്താണെന്നറിയോ? അവര് സൂര്യനെ ആരാധിക്കുകയില്ല, ചന്ദ്രനെ ആരാധിക്കുകയില്ല, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കുനിയുകയില്ല,
കല്ലുകളെ ആരാധിക്കുന്നവരല്ല. വലാകിന്നഹും യുറാഊന ബിഅഅമാലിഹിം, അവരുടെ അമലുകളിൽ ജനങ്ങൾക്ക് മുമ്പാകെ പരസ്യപ്പെടുത്തുകയും ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുകയും ജനങ്ങളിൽ നിന്ന് നല്ല വാക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശിർക്കുണ്ട്. ആ ശിർക്കിന്റെ കാര്യത്തിലാണ് എന്റെ ബേജാറ് ശദ്ദാദേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അമ്പലത്തിൽ പോകുന്നവർ അങ്ങനെ പോകും, ചർച്ചിൽ പോകുന്നവർ അങ്ങനെ പോകും, പടപ്പുകളെ പ്രാർത്ഥിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ടീം അങ്ങനെ പോകും. അത് വ്യക്തമായ ശിർക്കാണ്, ലാഹിറായ ശിർക്കാണ്, സ്പഷ്ടമായ ശിർക്കാണ്. അത് പിടികൂടാൻ എളുപ്പമാണ്. ഇത് പിടികൂടാൻ കിട്ടൂല. ഇവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഇവൻ 5 നേരം പള്ളിയിൽ വരും, എല്ലാ നല്ല കാര്യങ്ങളിലും ഇവൻ ഉണ്ടാകും. പക്ഷേ ഇവൻ മുശിരിക്കാണ്. ഏത് മുശിരിക്ക്? നിഗൂഢമായ ശിർക്കിൽ പെട്ടുപോയ സാധു. ഇതാണ് പേടി. ഈ ശിർക്കിൽ എന്താ നമ്മൾ മറ്റേ ശിർക്ക് പേടിക്കാനൊന്നുമില്ല, അതത്ര പേടിക്കാനൊന്നുമില്ല. അത് അങ്ങനെ ആരും പഴിച്ചു പോകുന്ന മേഖലയല്ല. ഇത് പേടിക്കണം. ഇത് വന്നാൽ 99% ക്ലിയർ ആണ്. എൻ്റെ അല്ലാഹ് നിന്റെ പൊരുത്തം. എന്നാലും ഞാൻ നാട്ടില് അങ്ങനെ മോശമാകാൻ പറ്റൂലല്ലോ. ഞാനിപ്പോൾ ഈ പള്ളിക്ക് കൊടുത്ത സംഭാവന അവിടെ നിന്ന് വായിക്കണല്ലോ. വായിക്കാതെ ഇപ്പം എന്താ അതിനർത്ഥം? അള്ളാന്റെ പൊരുത്തം തന്നെ ഉദ്ദേശം. എന്നാലും ഒന്ന് വായിച്ചോട്ടെ ഉസ്താദ്, അല്ലേ? കുഴപ്പമൊന്നുമില്ല. സ്വതക്ക രഹസ്യമായും പരസ്യമായിട്ടും ചെയ്യാം, രണ്ടിനും ഗുണമുണ്ട്. പക്ഷേ സ്വകാര്യമായതിന് പരസ്യമായതിനേക്കാൾ 70 ഇരട്ടി കൂലിയുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. എത്ര ഇരട്ടി? 1 രൂപ ആർക്കെങ്കിലും സിർറൻ സ്വകാര്യമായിട്ട് റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച് ഇഖ്ലാസോടെ കൊടുത്ത 70 റുപ്യ കൊടുത്ത കൂലി അവിടെ തന്നെ കിട്ടി. 70 ഇരട്ടി കൂലി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലാ മഅബൂദ ഇല്ലല്ലാഹ് 1-ാം ക്ലാസ് ഒരു കൊല്ലം പഠിക്കണം. നമുക്ക് ഒരു കൊല്ലമൊന്നും പഠിക്കണ്ട. നമുക്ക് 1-2 ക്ലാസ്സിലൂടെ 2-ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ തൗഹീദിൽ നമ്മെ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ.